ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരും ഞാൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിലും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയിലും അപ്പോൾ തന്നെ നമ്മളെ ക്രിസ്തുവിൽ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ആദ്യമായിട്ട് എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ആൻ്റണി എന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻ്റണി ബ്രദർ എന്ന് വിളിക്കാം. ഞാൻ ഒരു സഭയുടെ ശുശ്രൂഷകനോ മറ്റൊന്നുമല്ല, എന്നാൽ ഒരു സഭയിൽ കൂട്ടായ്മയിൽ കൂടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാനിന്ന് നിങ്ങളോട് ഈ ചാനലിലൂടെ ചില ദൈവിക വെളിപ്പാടുകളെ, ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്ന ചില ദൈവിക വെളിപ്പാടുകളെ വചന അടിസ്ഥാനത്തിൽ നിങ്ങളോട് സംസാരിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനായിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് നന്നായിട്ട് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന വചന വെളിപ്പാടുകളെ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുവാനും അത് അനേകർക്ക് വിടുതലും അനുഗ്രഹമായി തീരുവാനും ഇടയാക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവവചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഞാനിന്ന് നിങ്ങളോട് ആദ്യമേ തന്നെ ഓർപ്പിക്കുന്ന ചില കാര്യങ്ങൾ, നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഒരു വാക്യം വായിക്കുന്നുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം: എൻ്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാവുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. ഈ ഒരു വചനവാക്യം ഞാൻ ആദ്യം പറയുന്നതിൻ്റെ കാരണം, ഈ വചനത്തിൻ്റെ നിവൃത്തിപ്രകാരം എൻ്റെ ജീവിതത്തിൽ പിതാവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന, പുത്രനായ യേശുക്രിസ്തു എനിക്ക് വെളിപ്പെടുത്തി തന്ന ആ വെളിപ്പാടുകളെ അനുസരിച്ചാണ് ഞാൻ ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്: എൻ്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാവുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. എന്നെ തന്നെ വെളിപ്പെടുത്തും. അതായത് യേശുവിനെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടും. ഏതൊരു മനുഷ്യനും യേശുവിനെ ആരാണെന്ന്, യേശു എനിക്ക് ആരാണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ഒരു വെളിപ്പാട്, തിരിച്ചറിവ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതാണ് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ഈ ഭൂമിയിലുള്ള ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് യേശു ആരാണ് എന്നുള്ളത്. അപ്പം എനിക്ക് യേശുവിനെ കുറിച്ചിട്ട് എനിക്ക് വെളിപ്പെട്ട് കിട്ടിയ വെളിപ്പാടുകളെ വചന അടിസ്ഥാനത്തിൽ നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ആധികാരികമായ തുടക്കമായിട്ട് യേശു കർത്താവ് പറഞ്ഞ 3 ഭാഗ്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 3 ഭാഗ്യം. അതിലൊന്നാമതായിട്ട് നമ്മൾ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ യേശു പറയുന്നൊരു ഭാഗ്യം. അതിനുശേഷം 13-ന്റെ 6-ാം വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇതിനുശേഷം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 17-ാം വാക്യത്തിലും ഇത് തന്നെ പറയുന്നുണ്ട്. അത് പത്രോസിനോട് പറയുന്നത്, ശീമോനെ നീ ഭാഗ്യവാൻ. അവിടെ പത്രോസിനോട് യേശു കർത്താവ് നീ ഭാഗ്യവാൻ എന്ന് പറയുന്നതിൻ്റെ കാരണം ഒട്ടുമിക്ക വിശ്വാസികൾക്കും അറിയാവുന്നതായിരിക്കും. മത്തായിയുടെ സുവിശേഷം 16-ലാണ് യേശുവിനെ ക്രിസ്തുവാണെന്ന് പത്രോസ് പറയുന്നത്. യേശുവിനെ ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാട് പറഞ്ഞ പത്രോസിനോടാണ് യേശു പറഞ്ഞത്, ശീമോനെ നീ ഭാഗ്യവാൻ. ഇത് ജഡരക്തങ്ങളല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവത്രേ. അപ്പം ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയ ഭാഗ്യമെന്ന് വെച്ചെന്നാൽ യേശു ക്രിസ്തുവാണെന്നുള്ളൊരു വെളിപ്പാട് ഒരു മനുഷ്യൻ ലഭിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഈ ലോകത്തിൽ വെച്ചൊരു മനുഷ്യൻ ലഭിക്കേണ്ടതായ ഏറ്റവും വലിയ ഭാഗ്യവും അതാണ്. ആ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് പത്രോസ്. എന്നാൽ പത്രോസിന് ആ വെളിപ്പാട്, തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ യേശു, പലരും പലതും പറഞ്ഞു, പല അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോഴും നീയാണ് ക്രിസ്തു, നീയാണ് ക്രിസ്തു എന്നുള്ള വെളിപ്പാട് പറയാനായിട്ട് പത്രോസിന് കഴിഞ്ഞത് അത് സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തി കൊടുത്തിട്ടാണ്.
ഞാനിവിടെ വായിച്ചതും അത് തന്നെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം ഇവിടെ ഞാൻ വായിക്കുകയുണ്ടായിരുന്നു. 14 അതിൻ്റെ 21 മുതലാണ് വായിച്ചത്. എൻ്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാവുന്നു, എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. കണ്ടോ, പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിനെ വെളിപ്പെട്ടു, പത്രോസിന് വെളിപ്പെട്ടു. സ്തോത്രം. ഇന്ന് ഈ വചനം കേൾക്കുന്ന, ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഈ നിങ്ങളോട് എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, യേശു നിങ്ങൾക്ക് ആരാ? നിങ്ങൾ വ്യക്തിപരമായി നിങ്ങളോട് തന്നെ ചോദിക്കണം, യേശു നിങ്ങൾക്ക് ആരാ? പലരും പലതും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. എന്നോടും ഈ ഒരു വചനം എൻ്റെ ഹൃദയത്തിൽ വ്യക്തമായിട്ട് ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ട് പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ചതാണ്, യേശു നിനക്കാരാ? എനിക്കും ആ പല സമയങ്ങളിലും ആദ്യകാലങ്ങളിലൊന്നും എനിക്കിതിൻ്റെ പൊരുൾ മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് ഈ പറഞ്ഞതുപോലെ പിതാവായ ദൈവം എൻ്റെ ഹൃദയത്തിലും വെളിപ്പെടുത്തി തന്നു, യേശു ക്രിസ്തുവാണ്. എന്ന് വെച്ചെന്നാൽ യേശു ദൈവം അയച്ചിട്ട് വന്ന, മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിനായി ദൈവം അയച്ചിട്ട് വന്ന ദൈവപുത്രനായ ഈ യേശുവാണ് ലോകത്തിൻ്റെ വീണ്ടെടുപ്പിനായി ക്രൂശിൽ തന്നെ മറുവിലയായി യാഗമായിട്ട് അർപ്പിച്ചു. മനുഷ്യരാശിയുടെ പാപത്തിൽ നിന്നും, മനുഷ്യൻ്റെ എല്ലാവിധ പിശാചിനാൽ ബന്ധിക്കപ്പെട്ട എല്ലാ അവസ്ഥകളിൽ നിന്നും മനുഷ്യരാശിയെ വീണ്ടെടുക്കുവാനായി ദൈവം അയച്ച ക്രിസ്തുവാണ് ഈ യേശു. അതാണ് ഈ യേശു ആരാണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള യഥാർത്ഥമായ വ്യക്തമായ ഒരു വെളിപ്പാട്, ബോധ്യം ഒരു വ്യക്തിക്ക് ലഭിച്ചെന്നാൽ, ഇവിടെ പിതാവായ ദൈവം അത് വെളിപ്പെടുത്തി തന്നാൽ, യേശു പറഞ്ഞതുപോലെ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര നാളായിട്ടുണ്ടാവും വിശ്വാസത്തിൽ വന്നിട്ട്? അല്ല, നിങ്ങൾ ഒരു വ്യക്തിയായിരിക്കാം, ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കാം എന്നെ കേൾക്കുന്ന, ഒരു വിശ്വാസത്തിലേക്ക് വരാത്ത വ്യക്തി. അതായത് ഇന്നേ വരെയും യേശുവിനെ ഹൃദയത്തിലേക്ക് കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾ അറിഞ്ഞിരിക്കണം യേശു ആരാണെന്നുള്ളത്. യേശു ക്രിസ്തുവാ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ചോദിക്കുന്നത്, ഇന്ന് വിശ്വാസത്തിൽ വന്നിട്ട് വളരെയധികം കാലങ്ങളായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ യേശുവാണ് ക്രിസ്തു എന്നുള്ള വെളിപ്പാട്, തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? എന്നാൽ ക്രിസ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഴമായ വെളിപ്പാട് എന്താണ്? അതൊരു വാക്കിൽ തീരുന്നതാണോ? ഒരു പേരിൽ തീരുന്നതാണോ? അതല്ല, അതിൻ്റെ ആഴമായ വെളിപ്പാട്, ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കത് പ്രകാശിച്ചിട്ടുണ്ടോ? വെളിപ്പാടായി ലഭിച്ചിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഭാഗ്യമായി തീരുന്നത്, ഈ വെളിപ്പാട് ഭാഗ്യമായി തീരുന്നത്, ഈ വെളിപ്പാട് അനുഗ്രഹമായി തീരുന്നത്, വിടുതലായി തീരുന്നത്, ഉയർച്ചയായി തീരുന്നതിൻ്റെ കാരണം ഈ ക്രിസ്തുവിൽ നമ്മൾ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് നമ്മൾ അറിയുന്നതാണ്. പലപ്പോഴും ഇന്ന് നമ്മൾ സഭായോഗങ്ങളിലും ഈ കൂട്ടായ്മകളിലെല്ലാം കാണുന്ന ഒരു കാര്യമുണ്ട്. പലരും ഇന്ന് വിശ്വാസ ജീവിതത്തിൽ പുറകോട്ട് പോകുന്ന ഒരു അവസ്ഥ പലരിലും കാണാം. ഇന്ന് വിശ്വാസ ജീവിതത്തിൽ പലരും പിന്നോട്ട് പോകുന്ന ഒരവസ്ഥയെ കാണാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. പലരെയും സഭാ കൂട്ടായ്മകളിലേക്കൊക്കെ വിളിച്ചു വരുത്തേണ്ട അവസ്ഥയാണ്. സഭയുടെ ചെറുതും വലുതുമായിട്ടുള്ള കൂട്ടായ്മകളിലേക്ക് വിശ്വാസികളെ വിളിച്ചു വരുത്തേണ്ട അവസ്ഥയാണ്. കാരണം അവരുടെ പല പ്രാർത്ഥനകൾക്കും മറ്റും യഥാർത്ഥമായൊരു മറുപടി ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നില്ല, ഒരു വിടുതൽ ലഭിക്കുന്നില്ല, ഒരു മാറ്റം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് പലർക്കും വിശ്വാസ ജീവിതം ഒരു മടുപ്പായി മാറിയ ഒരവസ്ഥ. ഈ മടുപ്പായ അവസ്ഥ ആയതുകൊണ്ടിട്ടാണ് പലരും പിന്നോട്ട് പോകുന്നത്. അപ്പോൾ പല ദൈവാസന്മാരും പാസ്റ്റർമാരൊക്കെ ഓരോരുത്തരും വിളിച്ച് കൂട്ടി വരുത്തുന്ന ഒരു സാഹചര്യമാണ്. അത് എന്തുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഈ പിന്നോട്ട് പോകുന്ന സാഹചര്യം ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള കാരണം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുന്നില്ല, വിടുതലുണ്ടാവുന്നില്ല, പല ദൂതുകളും കേൾക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ജീവിതത്തിൽ യാഥാർത്ഥ്യമാവുന്നില്ല. ഇതൊക്കെ സത്യമാണോ, ശരിയാണോ എന്നുള്ളൊരു സംശയം വിശ്വാസികളുടെ ഇടയിൽ വരുന്നു. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആധികാരികമായ കാരണം യേശു ആരാണെന്ന്, വ്യക്തിപരമായ യേശു എനിക്ക് ആരാണെന്ന്
ഓരോ വ്യക്തികൾക്കും വെളിപ്പാടായി ലഭിക്കാത്തതിൻ്റെ കാരണമാണ് ഈ പിന്മാറ്റത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണം ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു പോയെന്ന. അപ്പം യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, പ്രത്യേകിച്ച് സ്നാനവും കൂടെ ഏറ്റ് സഭയോട് ചേർന്ന വ്യക്തിയാണെങ്കിൽ, നമ്മൾ അറിഞ്ഞിരിക്കണം ദൈവത്താലുള്ള സകല അനുഗ്രഹങ്ങൾക്കും അവകാശിയായി തീരുകയാണ് ആ വ്യക്തി. അതിൻ്റെ ഒന്നാമതായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ആത്മീയ അനുഗ്രഹം, ആത്മാവിൻ്റെ വീണ്ടെടുപ്പ്. അതാണ് നമ്മൾ എഫെസ്യ ലേഖനം 1:3 നമ്മൾ വായിക്കുന്നുണ്ട്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവത്തിന് മഹത്വം. ക്രിസ്തുവേശുവിൽ നമുക്ക് ആദ്യം ലഭിച്ച അനുഗ്രഹം നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ്. ഏതൊരു വ്യക്തിക്കും ലഭിക്കേണ്ട ആധികാരികമായ അനുഗ്രഹം ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ്. കാരണം ആത്മാവ് പാപം മുഖാന്തരം പിശാചിൻ്റെ അടിമത്തത്തിൽ കിടക്കുക. പിശാചിൻ്റെ അടിമത്തത്തിലാണ് ആത്മാവ് കിടക്കുന്നത്. കൊണ്ടെന്താ, നമ്മൾ യോഹന്നാൻ 10:10 യേശു പറയുന്നുണ്ട്, അറപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, എന്നാലോ ഞാൻ വന്നിരിക്കുന്നതോ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും അത്രേ. ഒറ്റ വാക്യമാണത്. അപ്പോൾ രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തി ഇരിക്കുന്നത് പിശാചിൻ്റെ കയ്യിലാണ്. എങ്കിൽ അവൻ്റെ ജീവിതം ഈ അറക്കുക, മുടിക്കുക, മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ കയ്യിലിരിക്കുന്ന ഒരവസ്ഥയാണ്. അവൻ ഒരിക്കലും യഥാർത്ഥത്തിലുള്ള ദൈവികമായ ഒരു സമാധാനമോ സ്വസ്ഥതയോ ഒന്നും അവനുണ്ടാകത്തില്ല. ചിലപ്പോൾ ഒരുപക്ഷെ സമ്പത്തൊക്കെ ഉണ്ടായിരിക്കാം, എങ്കിലും അവന് ആകുലതയും വിഷയങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും എപ്പോഴും അവനെ പിൻപറ്റിക്കൊണ്ടിരിക്കും. പക്ഷെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതല്ല. നമ്മൾ വചനത്തിൽ വായിക്കുന്നത് എന്തെന്നാ, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ചിട്ട് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്, ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു, അവൻ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാണ്. സ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക്, ആ വ്യക്തിയുടെ മേൽ ഇരുട്ടിൻ്റെ അധികാരങ്ങൾക്ക്, പിശാചിന് യാതൊരു അധികാരവുമില്ല. ദൈവരാജ്യത്തിലാണ് ആ വ്യക്തി ആയിരിക്കുന്നത്. ദൈവരാജ്യത്തിലാണെങ്കിൽ എന്താ, ദൈവത്താലുള്ള സകല അനുഗ്രഹങ്ങൾക്കും ആ വ്യക്തി യോഗ്യനാണ്, അവകാശിയാണ്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവും ബോധ്യമാണ് നമുക്ക് ആദ്യം യേശു ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാടുണ്ടാകുമ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത്. അവൻ്റെ അടിമത്തത്തിൻ്റെ മനോഭാവങ്ങൾ മാറണം. മനസ്സിലാകുന്നു? നമ്മളുടെ എന്തെങ്കിലും പ്രയത്നം കൊണ്ടോ നമ്മളുടെ എന്തെങ്കിലും ഈ പ്രാർത്ഥനയുടെയോ ഉപവാസത്തിൻ്റെയോ അതിൻ്റേതായ നമ്മളുടെ വിശുദ്ധ ജീവിതത്തിൻ്റെതായ ഒരു പ്രാഗൽഭ്യവും കൊണ്ടല്ല ഒരു മനുഷ്യൻ ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെടുന്നത്. അത് ക്രിസ്തു യേശു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ കൊടുത്ത വില, ക്രൂശിൽ യേശു ഏറ്റ അടിയാൽ നമുക്ക് സൗഖ്യമുണ്ട്. യേശു ദരിദ്രനായത് നമ്മളെ സമ്പന്നനാക്കാനാണ്. അത് ആത്മീയമായും ഭൗതികമായും എല്ലാ മേഖലകളിലും. അപ്പോൾ യേശു ക്രൂശിൽ കൊടുത്ത വിലയാണ് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ അനുഗ്രഹത്തിൻ്റെ ഉറവിടം. ഈ ഒരു തിരിച്ചറിവ് യേശു ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാട്, ആ തിരിച്ചറിവാണ് നമുക്ക് ഈ ഭൂമിയിൽ ക്രിസ്തുവേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കാനായിട്ട് ഉപകാരമായി തീരുന്നത്, നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവില്ലാത്ത വ്യക്തി എങ്ങനെയായിരിക്കും അവൻ്റെ പ്രാർത്ഥന? അവൻ്റെതായ പ്രാർത്ഥനയുടെ പ്രാഗൽഭ്യം കൊണ്ട്, അല്ലെങ്കിൽ അവൻ്റെ ഉപവാസത്തിൻ്റെ പ്രാഗൽഭ്യം കൊണ്ട്, അല്ലെങ്കിൽ അവൻ്റെ വിശുദ്ധ ജീവിതത്തിൻ്റെ പ്രാഗൽഭ്യം കൊണ്ട് അവൻ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. അതുകൊണ്ട് അവൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നവനായിരിക്കും, ഉപവസിക്കുന്നവനായിരിക്കും, കൂടുതൽ പ്രാർത്ഥിക്കുന്നവനായിരിക്കും. എന്നുവെച്ചാൽ ഉപവസിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതുകൊണ്ടല്ല ഒരു മനുഷ്യൻ്റെ അനുഗ്രഹം, നമ്മുടെ വിടുതലും അനുഗ്രഹം ഇരിക്കുന്നത്. നമ്മുടെ വിടുതലും അനുഗ്രഹം ഇരിക്കുന്നത് ക്രിസ്തുവേശുവില, ക്രിസ്തു മുഖാന്തരമാണ്. യേശു കാൽവറി ക്രൂശിൽ കൊടുത്ത ആ വീണ്ടെടുപ്പിൻ്റെ വിലയാണ് നമ്മൾക്ക് കിട്ടുന്ന ദൈവത്താലുള്ള അനുഗ്രഹങ്ങൾ. ഈ ഒരു തിരിച്ചറിവ് നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. ആ തിരിച്ചറിവിലും ആ ബോധ്യത്തിലും നിന്നാണ് നമ്മൾ പിതാവിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാവും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ പലരും ഇന്ന് വിശ്വാസ ജീവിതത്തിലേക്ക് പുറകോട്ട് പോകുന്നതിൻ്റെ മറ്റൊരു കാരണം ഇതാണ്. യേശുവിനെ ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാട് ലഭിച്ചിട്ടില്ല. ക്രിസ്തുവേശുവിൽ ഞാൻ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ള തിരിച്ചറിവില്ല. ക്രിസ്തുവിൽ ഞാൻ ദൈവത്താലുള്ള
സകല അനുഗ്രഹങ്ങൾക്ക് ഞാൻ അവകാശിയാണെന്നുള്ള തിരിച്ചറിവും ബോധ്യവും ഒരു വ്യക്തിക്ക് ലഭിക്കാത്തത് കൊണ്ടിട്ടാണ് പലരും ഇന്ന് വിശ്വാസ ജീവിതം ഒരു മടുപ്പായും പിന്മാറ്റത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുള്ളത്. അപ്പോൾ ഇതിന് എന്താണ് കാരണം? ഇതിന് കാരണം എന്ന് വെച്ചാൽ ഇത് ശുശ്രൂഷകർ, യഥാർത്ഥത്തിലുള്ള ശുശ്രൂഷകർക്ക് ആദ്യം ക്രിസ്തുവിൻ്റെ വെളിപ്പാടുണ്ടായിരിക്കണം. പ്രസംഗിക്കുന്നവർക്ക്, വചനം ശുശ്രൂഷിക്കുന്നവർക്ക് ക്രിസ്തുവിൻ്റെ വെളിപ്പാടുണ്ടായിരിക്കണം. വചനം ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകർ വേണം ഈ വെളിപ്പാട് പറഞ്ഞു കൊടുക്കാനായിട്ട്. ഈ വെളിപ്പാടിൽ നിന്നും നിങ്ങൾ ദൈവത്താലുള്ള സകല അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ ക്രിസ്തുവിൽ നിങ്ങൾ അവകാശിയാണെന്നുള്ള തിരിച്ചറിവും ബോധ്യവും ശുശ്രൂഷകർ കൊടുക്കേണ്ടതാണ്. ആ തിരിച്ചറിവും ബോധ്യം വചനപ്രകാരം വചന വെളിപ്പാടിൽ കൊടുക്കുമ്പോൾ ജനം അത് മനസ്സിലാക്കും, ജനം അത് അനുഭവിക്കാൻ തുടങ്ങും. അതുകൊണ്ടിട്ടാണ് നമ്മൾ യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്. യോഹന്നാൻ്റെ 2-ാമത്തെ ലേഖനം അതിൻ്റെ 9-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ: ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനിലും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. ഒരുത്തൻ ഈ ഉപദേശം കൊണ്ട് അല്ലാതെ നിങ്ങളുടെ അടുക്കൽ വരുന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവന് കുശലം പറയുകയുമരുത്. കേട്ടോ, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കുക. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ക്രിസ്തു 3.5 കൊല്ലം ശുശ്രൂഷിച്ചു. ആ ശുശ്രൂഷ കാലയളവിൽ ക്രിസ്തു ഉപദേശിച്ച ഉപദേശം അതെന്താണെന്ന് നമ്മൾ അറിയണം, അതിൽ നിലനിൽക്കുകയും വേണം. അങ്ങനെ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവേശുവിനാലുള്ള സകലമാന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ യോഗ്യരാകുന്നത്. ഈ ഒരു വിഷയവും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം, ക്രിസ്തുവിൻ്റെ ഉപദേശം. അപ്പം സഭയുടെ ആധികാരികമായ സഭയുടെ അടിസ്ഥാന ഉപദേശം എന്ന് വെച്ചാൽ അത് ക്രിസ്തുവിൻ്റെ ഉപദേശമാണ്. ഇതിനെക്കുറിച്ചെല്ലാം ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ വ്യക്തമായിട്ട് ഞാൻ സംസാരിക്കും. ഞാൻ പറയുണ്ടായിരുന്നു, യോഹന്നാന്റെ സുവിശേഷം 14:21 പറയും പോലെ എനിക്ക് യേശു എനിക്ക് വെളിപ്പെടുത്തി തന്ന, തന്നെ വെളിപ്പെടുത്തി തന്ന തന്നിലുള്ള അനുഗ്രഹങ്ങളെ, താൻ ആരാണെന്നുള്ളതിനെക്കുറിച്ചും തന്നെ സ്നേഹിക്കുന്നവൻ എങ്ങനെ ജീവിക്കണമെന്നുള്ളതിനെക്കുറിച്ചും വചനപ്രകാരം എനിക്ക് വെളിപ്പെടുത്തി തന്ന വെളിപ്പാടുകളാണ് ഞാൻ ഈ ചാനലിൽ ശുശ്രൂഷയിലൂടെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മൾ ഇത്രയും നാൾ കേട്ട വചനത്തിൻ്റെ അല്ലെങ്കിൽ ഇത്രയും നാൾ നമ്മൾ കേട്ട ശുശ്രൂഷയിൽ നിന്നെല്ലാം ഇതെന്താണ്, അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാകും. ഞാനൊരിക്കലും എൻ്റെ ആശയങ്ങളോ എൻ്റെ കഴിവോ എൻ്റെ ബുദ്ധിയോ ഞാനിവിടെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് വളരെ കാലമായിട്ട് പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന വെളിപ്പാടുകളെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ഭാഗ്യത്തെക്കുറിച്ചിട്ട് യേശു കർത്താവ് പറയുന്നുണ്ട്. യോഹന്നാൻ 11:6, 13:6, 16:17 ഇതിനെക്കുറിച്ച് ഈ 3 ഭാഗ്യം എന്താണെന്നുള്ളതിനെക്കുറിച്ചും വരും ദിവസങ്ങളിലുള്ള എൻ്റെ ശുശ്രൂഷയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തുവേശുവിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ ജീവിക്കുക, അതിനായിട്ട് നമുക്ക് കഴിയുന്നത് എങ്ങനെയാണ്, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നമ്മൾ ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നത് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചും ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. യേശു കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. ഞാൻ നേരത്തെ വായിച്ച വചനം ഒന്നും കൂടി ഓർപ്പിക്കുകയാണ്. അവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, യോഹന്നാൻ 14:21 വായിച്ചത് എങ്ങനെ, അവിടെ എൻ്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാവുന്നു. അപ്പം നമ്മൾ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ ലഭിച്ചു, അത് നമ്മൾ പ്രമാണിക്കണം. പ്രമാണിക്കുന്നവനാണ് യേശുവിനെ സ്നേഹിക്കുന്നവനാവുന്നത്. വെറുതെ നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതല്ല. യേശുവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നവനാവുന്നത്. അങ്ങനെ എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് ഞാൻ അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും. യേശുവിനെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ യേശു പറഞ്ഞ വചനം നമ്മൾ എന്തെന്ന് അറിയണം, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമീകരണം ഉണ്ടാകണം. അപ്പോൾ തന്നെ നമ്മൾ കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്, കൃപയാലാണ് നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം. അത് ക്രിസ്തുവിലാണ്. ക്രിസ്തു യേശു മുഖാന്തരം ദൈവത്താലുള്ള സകല അനുഗ്രഹങ്ങൾക്ക് നമ്മൾ കൃപയാൽ നമ്മൾ യോഗ്യരാണ്. ആത്മാവിൻ്റെ രക്ഷ നമുക്ക് കൃപയാൽ ലഭിച്ചതുപോലെ ഈ ഭൂമിയിലായിരിക്കുന്ന നമുക്ക് ഭൗതികമായ ഉയർച്ചകളും വിടുതലുകളും സൗഖ്യങ്ങളും എല്ലാം ക്രിസ്തുവേശുവിൽ നമ്മുടെ അവകാശമാണ്. അതെല്ലാം നമുക്ക് എങ്ങനെ പ്രാപിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചും അതിന് നമ്മളെ യോഗ്യരാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചും ദൈവം എനിക്ക് ആത്മാവിനാൽ വെളിപ്പെടുത്തി തന്ന വെളിപ്പാടനുസരിച്ച് വചനത്തെ കോട്ട് ചെയ്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്കതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശുശ്രൂഷ കേൾക്കാം. അതിനായി ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ നിങ്ങൾ ഈ ശുശ്രൂഷ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള സഹോദരങ്ങൾക്കും സഹോദരികൾക്കെല്ലാം ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ മെസ്സേജും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഓരോ ദിവസവും ഞാൻ രാവിലെ 6 മണിക്ക് എൻ്റെ മെസ്സേജ് യൂട്യൂബിൽ വരും. അപ്പോൾ ആ യൂട്യൂബിൽ മെസ്സേജ് ലഭിക്കുവാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഇന്ന് കേട്ട വചനപ്രകാരം ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.